ഹായ് കൂട്ടുകാരേ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ തുറന്നു പൊന്നു സ്കൂളിലേക്ക് പോകുന്ന വീഡിയോ കേട്ടോ. പൊന്നുൻ്റെ കൂടെ ഞാനും അമ്മയും കൂടി പോകുന്നുണ്ടേ. പൊന്നുൻ്റെ ടീച്ചർമാരെയൊക്കെ ഒന്ന് കാണാമല്ലോ. പിന്നെ പ്രവേശനോത്സവമൊക്കെ അല്ലേ, അപ്പം നമ്മുടെയും കൂടി ഒരു സാന്നിധ്യം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ രാവിലെ ഞാനും പൊന്നും അമ്മച്ചിയും കൊണ്ടിട്ട് കൂടെ ഞങ്ങളെല്ലാവരും കൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അതാ പൊന്നു ബാഗും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾ ബാഗ് കാണിച്ചിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് പോകാനിറങ്ങി. ഞാൻ ഇനി പൊന്നുവിനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് അതുവഴി തിരിച്ച് തൃശ്ശൂർക്ക് പോരും കേട്ടോ. അങ്ങനെതാ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണേ. അങ്ങനെ ഞാനും പണ്ട് സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയാണിത് കേട്ടോ. നടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ കുറേ പിള്ളേരുണ്ടാവും കേട്ടോ നടന്നു പോകാനായിട്ട്. ഇപ്പോൾ പൊന്നൊക്കെ ഒറ്റയ്ക്കുള്ളൂ, അയൽവക്കത്ത് പിള്ളേരൊന്നുമില്ല. അതുകൊണ്ട് പൊന്നു ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഈ ഓട്ടോയല്ല, വേറെ ഓട്ടോയാണ്. പക്ഷേ പൊന്നുവിൻ്റെ സ്കൂൾ ഓട്ടോ ഇന്ന് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ നാട്. ഞങ്ങൾ ഈ ഒരു വലത് സൈഡ് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ നടന്നായിരുന്നു, ഇതുവഴി ഞങ്ങൾ നടന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ നാട് കേട്ടോ, നമ്മുടെ തൊടുപുഴയ്ക്കടുത്തുള്ള മുട്ടം. നേരത്തെ ഇങ്ങനെയൊന്നല്ലായിരുന്നു, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കേട്ടോ. ഞങ്ങളുടെ റേഷൻ കടയാണ്, ഞങ്ങളവിടെ നട്ടോ അരി റേഷനൊക്കെ മേടിക്കാൻ വരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനും പഞ്ചായത്ത് ഓഫീസൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിലോട്ടൊക്കെ എത്തിട്ടോ. ഇനി സ്കൂളിലെ ചെല്ലണം. സ്കൂളിലെ പ്രവേശനോത്സവമൊക്കെ നടക്കല്ലേ. അപ്പം സ്കൂളിലൊക്കെ ഒന്ന് പോയി ടീച്ചർമാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് തിരിച്ചു പോകാമെന്ന് കരുതി പോകുന്നതാണേ. ഈ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റത്തേക്ക് പോകുന്ന വഴിയായി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊന്നുവിന് സ്കൂളിൽ പോകാൻ നേരത്തെ മേടിച്ച സാധനങ്ങളും ഷോപ്പിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരതൊന്ന് കാണണം കേട്ടോ. ഇവിടെയൊക്കെ SBI അങ്ങനെ കുറേ ബാങ്കുകളൊക്കെ വന്നു. പണ്ട് അവിടെയൊക്കെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഡോക്ടറുടെ വീടാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം ഡോക്ടറാണ്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തിട്ടോ. ഇതാണ് സ്കൂൾ. ഞാനും എൻ്റെ അച്ഛനും അനിയനും ഞങ്ങളെല്ലാവരും പഠിച്ച സ്കൂളാണ്. അങ്ങനെ പൊന്നു സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഇന്നല്ലേ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഓഡിറ്റോറിയത്തിൽ പരിപാടിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. സ്വാഗതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് കേട്ടോ. പൊന്നു എവിടെ ഇരിക്കണമെന്ന് അറിയത്തില്ല. പൊന്നുവിൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ പൊന്നു അവരുടെ അടുത്തോട്ട് പോയി. അങ്ങനെ ഇവിടെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും നിലവിളക്കൊക്കെ തെളിച്ച് നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ വേദിയിലുണ്ട്. പിന്നെ കുട്ടികളും ടീച്ചർമാരും രക്ഷകർത്താക്കളും ഒക്കെ ഓഡിറ്റോറിയത്തിലും ഉണ്ട് കേട്ടോ. കുറേ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ എത്രയോ പ്രവേശനോത്സവത്തിൽ ഇതുപോലെ പങ്കെടുത്തതാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ നമ്മളും ആ പഴയ ഒരു വിദ്യാർത്ഥിയായി മാറും കേട്ടോ. സ്വാഭാവികം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ വന്നവിടെ ഇതുപോലെ കുട്ടികളായിട്ടിരുന്നതും ഒക്കെ ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. പക്ഷെ അന്ന് ഓഡിറ്റോറിയം ഇത്ര ഇതല്ലായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പം. ഇപ്പം ഓഡിറ്റോറിയമൊക്കെ നല്ല അടിപൊളിയായി, ഫാനൊക്കെ ആയി, നല്ല രസമായി കേട്ടോ. പുതിയതായിട്ട് സ്കൂളിലേക്ക് ചേർന്ന കുട്ടികളെ സ്വീകരിക്കുകയാണ് കേട്ടോ. അവർക്കപ്പം ഗിഫ്റ്റായിട്ട് ബാഗൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊന്നു കൂട്ടുകാരൊക്കെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രക്ഷകർത്താക്കളും കുട്ടികളുടെ കൂടെ ക്ലാസ്സിലേക്ക് കയറി ഇരുന്നോളാൻ ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഇതാണ് പൊന്നുവിൻ്റെ ക്ലാസ് കേട്ടോ, 6ാം ക്ലാസ്. കഴിഞ്ഞ പ്രാവശ്യം 5ാം ക്ലാസ്സും ഇത് തന്നെയായിരുന്നു.
അപ്പോൾ ഇവിടെ ബെഞ്ചും ഡെസ്കൊക്കെ സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് 6ാം ക്ലാസ്സും ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ഇത് ഞങ്ങൾക്ക് 10A ക്ലാസ്സായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുകയാണേ. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചല്ലേ, അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ഫുഡ് കഴിക്കുന്നു. ഇതാ പൊന്നു ഇവിടെ അടുത്ത് വന്നിട്ട് എനിക്ക് വാരി തരിക കേട്ടോ. ഇതാണ് ഉച്ചയ്ക്കുള്ള ഫുഡ്. ചോറ്, തോരന്, സാമ്പാർ, അച്ചാർ, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയും പയറിൻ്റെയും ടേസ്റ്റൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ. ഇത് ഞാൻ പഠിച്ച 10ാം ക്ലാസ്സാണ് കേട്ടോ. 10B ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ട് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളാണ്. ഇനി പൊന്നു അമ്മച്ചി ഇതുവഴി വീട്ടിലേക്ക് പോകും. ഇതാണ് ഒരു പഴയ ഒരു കെട്ടിടം, അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. ഇനി പൊന്നുവിന് യൂണിഫോം എടുക്കണം. അപ്പോൾ ആ യൂണിഫോം എടുക്കാൻ വേണ്ടി ഇനി കടയിലേക്ക് കയറണം. അങ്ങനെ അവർ യൂണിഫോമൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ അവിടുന്ന് നമുക്ക് തൃശ്ശൂർക്കും പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂരേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ വേറെ വീഡിയോകളൊക്കെ ആയിട്ട് വരാമേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.